DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 14 വ്യാഴം. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവന് 240 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,19,040 രൂപയാണ്. ഗ്രാമിന് 30 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 14,880 രൂപയാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, കേരളത്തിലെ പെൺകുട്ടികൾക്കായി പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതി സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. +2 പഠനത്തിന് ശേഷം ബിരുദാനന്തര ബിരുദ കോഴ്സുകളോ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളോ ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത്. നിലവിൽ മറ്റ് സ്കോളർഷിപ്പുകൾ വാങ്ങുന്നവർക്കും ഈ തുക കൈപ്പറ്റുന്നതിന് തടസ്സമുണ്ടാകില്ല എന്നാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷത. APL BPL വ്യത്യാസമില്ലാതെ അർഹരായ എല്ലാ പെൺകുട്ടികൾക്കും ഈ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ഔദ്യോഗിക രൂപരേഖയും രജിസ്ട്രേഷൻ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളും അടുത്ത മാസത്തോടെ സർക്കാർ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത അറിയിപ്പ്, SSLC പരീക്ഷാ ഫലം നാളെയാണ് പ്രഖ്യാപിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഫോണിൽ തന്നെ സൗകര്യപ്രദമായി ഫലം പരിശോധിക്കാം. കേരളം ആപ്പ് വഴിയും SSLC ഫലം ലഭ്യമാകും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് പ്രവേശിച്ച ശേഷം SSLC റിസൾട്ട് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ജനന തീയതി നൽകി പരീക്ഷാ ഫലം പരിശോധിക്കുക. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും ആപ്പിലൂടെ ഫലം പരിശോധിക്കാനാവുക. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ ലളിതമായി എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പരീക്ഷാ ഫലം അറിയാൻ അനാവശ്യ തിരക്കും കാത്തിരിപ്പും ഒഴിവാക്കി വീട്ടിലിരുന്ന് തന്നെ ഫലം പരിശോധിക്കാം. നമ്മുടെ കേരളം ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തറിയിപ്പ്, ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം നാളെ, അതായത് മെയ് 15 അവസാനിക്കുകയാണ്. 16 ശനിയാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. 17 ഞായറിനും റേഷൻ കടകൾക്ക് അവധിയാണ്. 18 തിങ്കൾ മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം തുടർന്നും ആരംഭിക്കുക. ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒരുമിച്ച് വിതരണം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ വരെ 2 മാസത്തെ റേഷൻ വാങ്ങാത്തവർക്ക് വാങ്ങാവുന്നതാണ്. ഏപ്രിൽ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്തവർ നാളെ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. തുടർച്ചയായി 3 അതിലധികമോ മാസങ്ങൾ റേഷൻ വാങ്ങാതിരുന്നാൽ മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകാരെ ആനുകൂല്യമൊന്നും ലഭിക്കാത്ത വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതാണ്. അതിനാൽ നിലവിൽ തുടർച്ചയായി 2 മാസം റേഷൻ വാങ്ങാത്തവർ ഈ മാസം തന്നെ ആ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.